ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. തേങ്ങ അരച്ച് ചേർത്തുണ്ടാക്കിയ പച്ചത്തുവരപ്പുളി ഇഷ്ടമല്ലാത്ത പാലക്കാട്ടുകാരുണ്ടോ? ഇത് പാലക്കാടൻ സ്പെഷ്യൽ പച്ചത്തുവരപ്പുളി. തോട് പൊളിച്ച് അതിൽ നിന്നും തുവര എടുക്കുന്നത് ഇത്തിരി ശ്രമകരമാണെങ്കിലും അതിന്റെ രുചി അപാരമാണ്. തുവര തൊലിച്ച് അതിൽ നിന്നും കേടായ മണികളെല്ലാം എടുത്തുമാറ്റി നല്ല പോലെ കഴുകിക്കൊണ്ടുവരാം. പണ്ടൊക്കെ പാടവരമ്പത്ത് ഇത് ധാരാളമായി കൃഷി ചെയ്യുമായിരുന്നു. ഇതിന്റെ സീസൺ ആവുമ്പോൾ മിക്ക വീടുകളിലും തുവരപ്പുളിയായിരിക്കും. ഒരിക്കലും മടുക്കാത്തൊരു വിഭവമാണ് ഇത്. തുവര ഉപയോഗിച്ച് വേറെയും വിഭവങ്ങൾ ഉണ്ടാക്കാട്ടോ. കഴുകിയ തുവര കുക്കറിലേക്ക് ഇട്ട ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിലിന് വേവിക്കാം. ഇതേ തുവരയാണ് ഉണങ്ങുമ്പോൾ തോടെടുത്തു മാറ്റി പരിപ്പായി നമ്മൾ ഉപയോഗിക്കുന്നത്. കറി വെക്കാനായി ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. ഇപ്പൊ അത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞെടുക്കാം. കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പച്ചത്തുവരയല്ലേ, അത് പെട്ടെന്ന് വേവും. ഒന്നെടുത്ത് നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടികൾ ചെയ്യാം. ഇതിലേക്ക് ചെറിയൊരു തക്കാളി മുറിച്ചിടാം. ഇത്തിരി വലുതായതുകൊണ്ട് ഞാനൊരു 1/2 തക്കാളിയെ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇതൊരു അല്പസമയം ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ, 4-5 ചെറിയുള്ളി, 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചുകൊണ്ടുവരാം. കറിയിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുന്നതിന് മുൻപ് പുളിവെള്ളം ഒഴിക്കണം. നല്ലപോലെ തിളച്ച് തക്കാളിയെല്ലാം വെന്ത ശേഷം നമ്മൾ അതിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുളി തിളച്ച് അതിന്റെ പച്ചമണമെല്ലാം മാറിയ ശേഷം വേണം നമുക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാൻ. തുവരക്കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ മിക്സി ജാർ ഒന്ന് കഴുകി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഇളക്കിയ ശേഷം കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആണോ നോക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഉപ്പും മുളകും എല്ലാം നോക്കി വേണ്ടത് ചേർത്ത് കൊടുക്കാം. കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി താളിച്ച് ചേർക്കണം. അതിനായി കുഞ്ഞു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ഉലുവയിട്ട് അത് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചതും 4-5 ചെറിയുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചെറിയുള്ളി ചുവന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ഉലുവ പൊട്ടിയ മണവും ചെറിയുള്ളി മുരിഞ്ഞ മണവും എല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ഈ താളിപ്പ് നേരെ എടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തൊരു മണമാണെന്നറിയോ. കറി ഒന്ന് ഇളക്കിയ ശേഷം 10 മിനിറ്റ് അടച്ചു വെക്കാം. എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിനൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പച്ചത്തുവരക്ക് കിട്ടുമ്പോൾ ഉറപ്പായും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.